വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വണ്ടി ഏതെങ്കിലും കാരണവശാൽ വണ്ടി ഒന്ന് ട്വിറ്റ് ചെയ്താൽ പോലും വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യും. വണ്ടി പിന്നെ മുമ്പോട്ട് പോവില്ല. വണ്ടി ഒരു ആംഗിളിൽ മേളിലേക്ക് ഈ വണ്ടി ചരിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യും. അങ്ങനെ എല്ലാ ടെക്നോളജി ഉണ്ട്, ക്യാമറകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റൊക്കെ വളരെ ഒരു എയർക്രാഫ്റ്റിൻ്റെ സീറ്റിനേക്കാൾ, എയർക്രാഫ്റ്റിലെ പൈലറ്റ് കിട്ടുന്നേക്കാൾ നല്ല സീറ്റാണ്, സസ്പെൻഷനുള്ള സീറ്റാണ്. പിന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. ഒരു 20 കിലോമീറ്റർ പോകുള്ളൂ ആ സ്പീഡിൽ. പക്ഷേ വണ്ടി ഒന്ന് കുറച്ച് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടി ഒന്ന് വളരെ കട്ടറോ കുഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബമ്പ് പോലും കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. വണ്ടിക്കകത്ത് എല്ലാ സൗകര്യമുണ്ട്. വണ്ടിക്കകത്ത് കയറിയാൽ അറിയാം സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ലക്ഷറീസാണ്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടിയാണ് KSRTC വാങ്ങിയിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല, നമ്മൾ വാങ്ങിയ എല്ലാ വണ്ടികളും ടെക്നിക്കലി വളരെ മുന്നിലാണ്. ബാംഗ്ലൂർ റേറ്റുകളിൽ ഒരു ഫ്ലെക്സി സംവിധാനം KSRTC CMD നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ റേറ്റ് വേരിയേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് ലാഭമായിരിക്കും എന്നുള്ളതാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് വേരിയേഷൻ വയ്ക്കും, ഓരോ ദിവസം ഓരോ റേറ്റ് ആയിരിക്കും. അപ്പം ഫ്ലെക്സിബിൾ റേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ പാസഞ്ചേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നതാണ്. സ്പീഡിൻ്റെ പ്രശ്നമാണ്. നമ്മളിവിടെ 80 ലോക്കിയിരിക്കുന്നു, തമിഴ്നാട് 100-ലാണ്. അപ്പോൾ നമ്മുടെ സ്പീഡും ഹൈവേ 80 ആക്കാൻ പോകും, 100 ആക്കാൻ പോകും. 100 ആക്കുന്നതോടെ ഇതിൻ്റെ ലോക്ക് റിമൂവ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ കയറിയാൽ നമുക്ക് 12 മണിക്കൂറുണ്ട്. ഈ വണ്ടി ഒരു 75-ന് മേളിലെങ്കിലും പോയാലേ ഇതിന് ശരിയായ മൈലേജ് കിട്ടത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത്. അപ്പോൾ ഇത് ഓടിച്ച് പരിചയമുള്ളവർ അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ആലോചനയുണ്ട്. ഏതായാലും വണ്ടിയുടെ ഹൈവേയിലെ വേഗത 100 ആക്കി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ ലോക്ക് നമുക്ക് 100-ലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ 90 വയ്ക്കാൻ പറ്റും. 100 ആക്കാനുള്ള 100 ആക്കിയാൽ നമുക്ക് തമിഴ്നാട്ടിൽ കയറുമ്പോൾ പറയുന്നത്. തമിഴ്നാട് എല്ലാ പരിഷ്കാരങ്ങളും എറണാകുളത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത പുതിയ ഡിസൈൻ വരെ ഇതിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു KSRTCയുടെ മാറ്റം എല്ലാവരും പഠിക്കണം. KSRTC മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായതെങ്ങനെ എല്ലാവരും ഇതിൽ ഉണ്ട്. ഇതെല്ലാവരും വായിക്കണം. ഇത് മാക്സിമം വായിച്ചതിന് ശേഷം നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെ അറിയിക്കണം. നമ്മുടെ നാട് വളരും. നമ്മുടെ നാടിൽ തകർന്ന സ്ഥാപനങ്ങളെ ഉയർത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC ജീവനക്കാരുടെ അഭിമാനകരമായ ഒരു നേട്ടമായി ഈ ബുക്കിനെ കാണണം. KSRTCയുടെ സ്വന്തം ക്രിക്കറ്റ് ടീം സെലക്ഷൻ കഴിഞ്ഞു, ഇന്ന് തിരഞ്ഞെടുത്തുണ്ട്. അവരെ ഞാനിപ്പം ആനേറയിൽ വെച്ച് അവരെ നേരിട്ട് കാണുന്നുണ്ട്. അല്ലെ, അവരവിടെ ഉണ്ട്, സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ശരിയായ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംവിധാനത്തിൽ അവർ എങ്ങനെയാണോ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഞങ്ങളും തിരഞ്ഞെടുത്തത്. ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ചും കോച്ചുകളെ വെച്ചിട്ടുമാണ് ഞങ്ങളുടെ സെലക്ഷൻ. വളരെ പ്രൊഫഷണലായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് ടീമായിട്ട് KSRTCയുടെ ടീമിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏറ്റവും യാതൊരു ശുപാർശയിലും ഒന്നുമില്ല, മികച്ച കളിക്കാരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ടീമാണ്. വരുന്ന ആളുകളിൽ KSRTC ക്രിക്കറ്റ് ടീമിൻ്റെ കളി കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാം. ഞങ്ങൾ നാഷണൽ ലെവൽ വരെ കളിക്കുന്ന ഗതിയിലുള്ള ടീമിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്നും വെള്ളം ചേർക്കില്ല. പിന്നെ ഓൾറെഡി ചുമതല ജനറൽ മലയാളിയാണ് അദ്ദേഹം, വർക്കലക്കാരനാണ്. സുരേഷ് ചെട്ടിയാർ അവരെല്ലാം വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തൊക്കെ വലിയൊരു സഹകരണമാണ് ഉണ്ടായത്.